എക്സാമിനോ ഫാമിലി. യെസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നമ്മുടെ ക്ലാസ് 3-ലെ EVS എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് മിസ്സുമാർക്ക് അറിയാം. കാരണം നമ്മൾ പഠിപ്പിച്ച സെയിം ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ എക്സാം ഈസി ആണെങ്കിൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ്. നമ്മൾ കറക്റ്റായിട്ട് ഇന്നലത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് തരും? ഷ്രബ്സും അതുപോലെ ഹെർബ്സും അതുപോലെ ട്രീസും തരും. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔഷധികൾ അല്ലേ? ഔഷധികളാണ്. അപ്പോൾ മൃദുവായ തണ്ടായിരിക്കും, അതുപോലെ തന്നെ അധികം ഉയരമില്ലാതെ വളരെ ചെറുതായിരിക്കും. ചീരയൊക്കെ എക്സാമ്പിളാണ്. അതുപോലെ ഷ്രബ്സ് ആണെങ്കിൽ കുറ്റിച്ചെടികളാണ്. റോസ് അതുപോലെ ചെത്തിയൊക്കെ പോലെയുള്ള ചെടികളാണ്. അത് എന്തായിരിക്കും? അത്യാവശ്യം മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ട്രീസ് ആണെങ്കിൽ മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ ഒക്കെയാണ് എക്സാമ്പിൾ പറയാ. നല്ല കാഠിന്യമുള്ള തണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല ഹൈറ്റിലുള്ള ചെടികളായിരിക്കും. അപ്പൊ ആ ഒരു പ്രത്യേകതകൾ കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സെറ്റ് ആക്കാം. ഇത് ഈസി ആയിരിക്കും, കാരണം നിങ്ങൾ ഓൾറെഡി ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ ഒത്തിരി പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ബി പാർട്ട് നോക്കാം. അതിൽ റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ. വാട്ടർ പ്ലാന്റ്സ് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാറുള്ളതാണ് അല്ലേ? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? വാക്സി കോട്ടിംഗ് ഇൻ ലീവ്സ്, അതായത് മെഴുകു പോലുള്ള ഒരു ആവരണം ഉണ്ടായിരിക്കും. അതായത് വെള്ളം പറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അതെ. അതുപോലെ തന്നെ നല്ല നീളമുള്ള തണ്ടുകളായിരിക്കും. അതുപോലെ തന്നെ ലീവ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോട്ട് ചെയ്യാൻ പറ്റും അല്ലെ? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 2 ഫീച്ചർ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ് ഇൻ സോയിൽ. റൂട്ടാണ്, വേരാണ് നമ്മുടെ ചെടി എന്ത് ചെയ്യുന്നത്? മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ശരിയാണ്. ഓൾ പ്ലാന്റ്സ് ബ്ലൂം. എല്ലാ ചെടികളും എന്ത് ചെയ്യുന്നില്ല? പൂക്കുന്നില്ല. ഓൾ പ്ലാന്റ്സ് ബ്ലൂം എന്ന് പറയുന്നത് തെറ്റാണ്. സ്റ്റെം പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ഫോർ ദ പ്ലാന്റ്സ്. അതും തെറ്റാണ്. ആരാണ് ഉണ്ടാക്കുന്നത്? ലീഫാണ്. ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ ദ പ്ലാന്റ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ്. എല്ലാം കായായി മാറുന്നില്ല. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, നമ്മുടെ ആഹാരവും ആരോഗ്യവും എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? കുറച്ച് ആഹാര സാധനങ്ങൾ വന്നിട്ടുണ്ടാവും. അതിനെങ്ങനെ തരംതിരിക്കണം? ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും സിറിയൽസും ആയിട്ട്. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് ഗ്രേപ്സ് ആണ്. മുന്തിരി ഏതാണ് മിസ്? ഫ്രൂട്ട്സ് ആണ്. അപ്പൊ അതാണ് ഇവിടെ Fഉം Cയും Bയും എഴുതിയിട്ടുള്ളത് കേട്ടോ. റൈസ് ഏതാണ്? സിറിയൽസ് ആണ്. ലേഡീസ് ഫിംഗർ വെജിറ്റബിൾസ് ആണ്. മെയ്സ് എന്ന് പറയുന്ന ചോളം, അതെന്താണ്? സിറിയൽസ് ആണ്. ധാന്യങ്ങള്. ഓറഞ്ച് എന്ന് പറഞ്ഞ ഫ്രൂട്ട് ആണ്. കുക്കുംബർ എന്ന് പറയുന്നത് വെജിറ്റബിൾ ആണ്. ആപ്പിൾ ഫ്രൂട്ട് ആണ്. അതുപോലെ ബ്രിഞ്ചാൾ വെജിറ്റബിൾ ആണ്. വീറ്റ് ഗോതമ്പ് എന്ന് പറയുന്നത് സിറിയൽസ് ആണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അവിടെ വെജിറ്റബിൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്, പഴങ്ങൾ, സിറിയൽസ്, ധാന്യങ്ങൾ, അത് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മിസ്സിനെ അറിയാം അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why do we include variety of food items in our diet? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ആഹാര സാധനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്? അപ്പോൾ നമുക്കറിയാം പച്ചക്കറികൾ അല്ലേ? വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും, പഴങ്ങളും പച്ചക്കറികളും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഡിസീസസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറെ അടുത്തത് സിറിയൽസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജോലിയൊക്കെ ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിറിയൽസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൾസസ് ആണെങ്കിലോ? പൾസസ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഗ്രോത്തിന് വേണ്ടിയിട്ട്, ശരീര വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എഗ്ഗ് എഗ്ഗ്, അതുപോലെ തന്നെ മിൽക്ക്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതും ഇതിനു വേണ്ടിയിട്ടാണ്, ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേറെ വേറെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യുന്നത്? ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. തനു ആൻഡ് ഹിസ് ഫാദർ കെയിം ടു ദ ടെക്സ്റ്റൈൽ ഷോപ്പ് ടു ബൈ ക്ലോത്ത്സ്. സമ്മർ സീസൺ ഈസ് കമ്മിങ്. വിച്ച് ഈസ് മോർ സ്യൂട്ടബിൾ ക്ലോത്ത് ഫോർ സമ്മർ സീസൺ? നമുക്കറിയാം വേനൽക്കാലത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോട്ടൺ വസ്ത്രങ്ങളാണ് അല്ലേ? അപ്പോൾ കോട്ടൺ എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടി. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ക്ലോത്ത്സ് യു വെയർ ഇൻ സമ്മർ സീസൺ. നല്ല വേനൽ സമയത്ത് നമ്മൾ ഇടുന്ന ഡ്രസ്സസ് എങ്ങനെയായിരിക്കണം? ലൂസ് ഔട്ട്ഫിറ്റ് ആയിരിക്കണം, നല്ല അയഞ്ഞു കിടക്കുന്ന ഡ്രസ്സായിരിക്കണം, ലൈറ്റ് കളേഴ്സ് ആയിരിക്കണം അല്ലേ? അപ്പോൾ കൂടുതലായിട്ട് പ്രകാശം നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് കളർ ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കണം ഇടേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു 2 പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
വിച്ച് ഡ്രസ് ഈസ് മെയ്ഡ് യൂസിങ് ദ ഫർ ഓഫ് ഷീപ്പ് ടു സർവൈവ് കോൾഡ് അല്ലേ, അതായത് നമ്മുടെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ചെമ്മരിയാടിൻ്റെ തോലിയല്ല ഫർ, അതിൻ്റെ രോമം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് വൂൾ അല്ലെങ്കിൽ കമ്പിളി. ഓക്കെ, ഇതൊക്കെ നമ്മൾ സുരക്ഷിത ജീവിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഹോം ആൻഡ് നെസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് ചോദിച്ചിട്ടുള്ളതും മിസ് വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫൈൻഡ് ഔട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ് അസോസിയേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്. ഒരു വീട് നിർമ്മാണത്തിന് ആരൊക്കെയാണ് വേണ്ടത്? കാർപ്പൻട്രി വേണോ? വേണം അല്ലേ, അതായത് നമ്മുടെ ആശാരി പണിക്കാർ വേണം. ടൈലറിംഗ് വരുമോ? ഇല്ല. കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ് വരുമോ? വരുന്നുണ്ട്. ടേപ്പിംഗ് വരുന്നുണ്ടോ? ഇല്ല. കൺസ്ട്രക്ഷൻ ഓഫ് ബേസ്മെന്റ് വരുന്നുണ്ടോ? തറ നിർമ്മാണമൊക്കെ വരണം. സോയിങ് എന്ന് പറയുന്നത് പാഡിയിലൊക്കെ വരുന്നതാണ് അല്ലേ. പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നതോ നമ്മുടെ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസിൽ വരുന്നതാണ്. സോ ഈ 4 കാര്യങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് ഫുൾ മാർക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ഇനി അടുത്തത് സ്കൂൾ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. വാട്ട് സർവീസ് ഡു യു ഗെറ്റ് ഫ്രം ദ സ്കൂൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. പൊതുസ്ഥാപനങ്ങളും അവർ തരുന്ന സർവീസസ് എന്താണെന്നുള്ളത് ഒരു ടേബിളായിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ്. സോ അവിടെ നമ്മൾ എന്താ പഠിച്ചത്? പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതായത് നമുക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നത് എവിടെയാണ്? സ്കൂൾസിലാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ദെൻ പുട്ട് എ ടിക്ക് മാർക്ക് എഗൻസ്റ്റ് ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹെൽപ്പ് ഇൻ മണി ട്രാൻസാക്ഷൻ അല്ലേ. പണം ഇടപാടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ബാങ്ക് ആണ്. ഹോസ്പിറ്റലും അല്ല, ലൈബ്രറി അല്ല, പോലീസ് സ്റ്റേഷനും അല്ല എന്നറിയാം. ബാങ്ക് ആണ് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബാങ്ക് എന്ന് മാർക്ക് ചെയ്താൽ 1 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള. കേരളത്തിന്റെ ഒരു മാപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ താഴെ തന്നിരിക്കുന്ന ഡിസ്ട്രിക്റ്റിന്റെ ഒക്കെ ഓരോ പ്രത്യേകതകൾ എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കാസർഗോഡ് എന്ന് പറയുന്നത് ഏതുമായിട്ടാണ്, ഏത് സ്റ്റേറ്റുമായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്? കർണാടകയാണ് അല്ലെ. അതുപോലെ ഇടുക്കി, പാലക്കാട്, തിരുവനന്തപുരം 3 ജില്ലകളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രത്യേകതകൾ അവിടെ എഴുതാം. ഇപ്പൊ തിരുവനന്തപുരം ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് എഴുതാം, കേരളത്തിന്റെ തലസ്ഥാനം. അതുപോലെ തന്നെ പാലക്കാടും ഇടുക്കിയും ആണെങ്കിൽ എന്തെഴുതാം? ഡിസ്ട്രിക്ട്സ് ആണെന്ന് എഴുതാം, ജില്ലകളാണെന്ന് എഴുതാം. അതുപോലെ തന്നെ തമിഴ്നാടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സും കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മളോട് പ്രത്യേകതകൾ എഴുതാനേ പറഞ്ഞു. എങ്ങനെ തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ? എങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ ചാപ്റ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. കാരണം അവര് പഠിച്ചു തന്നെ ഉള്ള കാര്യങ്ങളാണ്. ഹെർബ്സ്, ഷ്രബ്സ്, അതുപോലെ സെറിയൽസ്, അതൊക്കെ കാറ്റഗറി നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് അവസാന ചാപ്റ്ററിൽ നിന്ന് മാത്രമായിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഓണം എക്സാമിനൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. സോ ഈ ഒരു എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ടുണ്ടായിരിക്കും, നമുക്ക് ഉറപ്പാണ്. കാരണം നമ്മുടെ ലൈവ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഫുൾ മാർക്ക് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതേപോലെ ഫുൾ മാർക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ ക്ലാസ്സസും നമ്മുടെ ഈ ഒരു ചാനലിൽ കറക്റ്റ് ഉണ്ടായിരിക്കും. സോ ലൈവ് ഒക്കെ കൃത്യമായിട്ട് കാണാം. ഫുൾ കോൺഫിഡൻസോടെ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.